രണ്ട് സ്വഭാവമുള്ള അച്ഛനമ്മമാരാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ എനിക്ക് അങ്ങനെയാണ്. വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ വേറൊരു ക്യാരക്ടറും വീടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേറൊരു ക്യാരക്ടറുമാണ്. അച്ഛനും അമ്മയും ആക്ച്വലി രണ്ടും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ രണ്ടുപേരും വീട്ടിനകത്തെയും വെളിയിലത്തെയും സ്വഭാവങ്ങൾ വേറെ വേറെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം അച്ഛനാണെങ്കിൽ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തമാശകളും ഒക്കെ പറഞ്ഞ് കുറേ ചിരിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് ഒക്കെയാണ് അച്ഛൻ വീട്ടിൽ നിൽക്കുന്നത്. അമ്മയാണെങ്കിൽ ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്തും പക്ഷേ ചില സമയത്ത് ഭദ്രകാളിയാവുകയും ചെയ്യും. പ്രത്യേകിച്ച് എൻ്റെയും എൻ്റെ പെങ്ങളുടെയും കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും അടിയിടുന്നത് ഈ കൊച്ചു പിള്ളേർ അടിയിടുന്ന കാരണത്തിനാണ് ഇപ്പോഴും അടിയിടുന്നത്. അപ്പം അമ്മ അത് കാണുമ്പോഴത്തേക്കിനാണ് ഭദ്രകാളിയാവുന്നത്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പം നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അന്നും അടി കിട്ടും, ഇന്നും അടി കിട്ടാറുണ്ട്. അത് ഒട്ടുമിക്ക ആണുങ്ങൾക്ക് ഇപ്പോഴും കല്യാണം കഴിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടൊക്കെ ആയിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മുതിർന്ന പുരുഷനായി എന്നുള്ളൊരു ഇതൊക്കെ വരുന്നത്. ഇപ്പം അതൊന്നും അല്ല. തന്തയും തള്ളയ്ക്ക് ഇപ്പോഴും നമ്മൾ കൊച്ചു പിള്ളേരാണ്. നമ്മുടെ കാണിപ്പോൾ അതുപോലല്ലേ. അപ്പം കാണിക്കുന്നതിന് ഇന്നും വലിയ പത്തലിന് കിട്ടാറുണ്ട്. എത്ര പേരുണ്ട് ചെമ്പരത്തി കമ്പ് കൊണ്ട് കിട്ടിയവർ അടി. എനിക്കൊക്കെ ചെമ്പരത്തിയുടെ മൊത്തം മൂടോടാണ് വീട് തന്നെ തല്ലിയിട്ടുള്ളത്. ദേഷ്യം പിടിച്ച് വെളിയിൽ പോകുമ്പോൾ ചെമ്പരത്തി നിൽക്കുന്നത് കാണുന്നത്. അമ്മ അത് മറന്നു പോകും. കുറേ നാളായിട്ട് വെള്ളം ഒഴിച്ചാൽ ഇത്ര വളർത്തിയെടുത്ത് ചെമ്പരത്തി എണ്ണയല്ല ചെമ്പരത്തി അത് ഊരിയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇപ്പം അമ്മ അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിക്കൂലല്ലോ. ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ഇതെങ്ങാണം മസിൽ ടൈറ്റായി എങ്ങാണം കൈ നൊന്ത് കഴിഞ്ഞാൽ ഓഹോ നീ മസിൽ ടൈറ്റ് ചെയ്യാറായോ, ഞാൻ കൊടുത്ത പൈസക്ക് നീ ജിമ്മിൽ പോയി എൻ്റെ നേരെ നിൽക്കാറില്ലയോ എന്നുള്ളൊരു രീതിയിലാണ് അമ്മയുടെ ഇത്. അച്ഛൻ ഓപ്പോസിറ്റാണ്. അച്ഛന് കുഴപ്പമില്ലടി, കുറച്ച് കഴിയുമ്പോൾ അവൻ മാറിക്കോളും. പക്ഷെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ കട്ടട്ടവർ. നമ്മൾ പണ്ടൊക്കെ കുഞ്ഞിലെയൊക്കെ വെളിയിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ അവരോട് ഇങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ കുസൃതിയൊക്കെ കാണിച്ച് ഒരു നോട്ടം അങ്ങ് നോക്കും എന്നുള്ള രീതിയിൽ. അത് നോട്ടത്തിലുണ്ട്. നീ ഇപ്പം കാണിച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് കിട്ടുകയെ എന്നുള്ള രീതിയിൽ. അച്ഛനും അമ്മയും ഒരു പ്രായം വരെയും പേടി സ്വപ്നങ്ങളായിരുന്നു. ഇന്നത്തെ പിള്ളേർക്കല്ലേ അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. ഞങ്ങളുടെ സമയത്ത് ഫ്രണ്ട്സായിട്ട് കൂട്ടാൻ പറ്റില്ലായിരുന്നു. ഫ്രണ്ട്സായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ രണ്ടടി ഫ്രണ്ട്സൊക്കെ ആയിരിക്കും, തമാശകളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ കാര്യത്തോട് കാര്യം എടുക്കുമ്പോഴത്തേക്കിന് അവർ ഫ്രണ്ട്സ് അല്ല, എനിമീസായി മാറും. കട്ട ടെറർ ആയിട്ടുള്ള അച്ഛനമ്മമാരായിരിക്കും. പക്ഷേ ഒരാൾ വരുമ്പോഴൊക്കെ കാണുമ്പോഴത്തേക്കിന് ഇത്രയും സ്നേഹമുള്ള മക്കളോട് ഇത്രയും ലാളിച്ച് വളർത്തുന്ന അച്ഛനമ്മമാർ എന്ന് വിചാരിക്കും. പക്ഷെ അടുത്തുള്ള അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അടുത്തുള്ള ഫ്രണ്ട്സിനുണ്ടല്ലോ, അവർക്കറിയാം. കാരണം അവരും ഇതേപോലെ ഞാൻ കാരണം തല്ല് കിട്ടിയ അങ്കിളുമാർ വേറെ ഉണ്ട്. എന്നെ തല്ലുന്നതുകൊണ്ട് അത് തല്ലാതിരിക്കാൻ വേണ്ടി കയറി വന്ന് ഒരു സന്തോഷങ്ങളുണ്ടായിരുന്നു. എന്നെ എന്തോ കാര്യത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിള് വീട്ടിലോട്ട് കയറി വരുന്നത്. നോക്കുമ്പോൾ ചെറുക്കനിട്ട് അറിയുന്നു. അപ്പം അറിയല്ലേ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാൻ ചെന്നത് അങ്കിളിനും കിട്ടി വരുന്നു 4 എണ്ണം. അപ്പം അങ്കിള് മാറിപ്പോയി. അങ്കിള് കുഴപ്പമില്ല സാറേ അടിച്ചു ആ രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ഒരുപാട് മാറി കേട്ടോ. കാരണം ഇപ്പം നമ്മൾ വലുതായപ്പം പണ്ട് ചൂരെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പം അച്ഛനായാലും അമ്മയായാലും തല്ലാൻ ശ്രമിക്കാറില്ല. കാരണം കാണ്ടാമൃഗത്തിൻ്റെ തോലായതുകൊണ്ട് അവർക്ക് നല്ലതായിട്ട് നോക്കും കൈയും കാലും ഒക്കെ. അപ്പം അച്ഛൻ തന്നെ പറയുന്നത് അവനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൈക്ക് പെരുപ്പാണ്. അതുകൊണ്ടിപ്പം അടിക്കാറില്ല. വാങ്ങോണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് മാത്രമേ ഉള്ളൂ. മറ്റേ എല്ലാവരും കേൾക്കുന്ന സ്ഥിരം ഡയലോഗ് 9 മാസം ചുമന്ന കണക്ക് അമ്മയുടെ വക. അത് കഴിഞ്ഞ് രാവ് പകലാക്കി പണിയെടുത്ത് നമ്മളെ വളർത്തിയെന്നുള്ളതിൻ്റെ അച്ഛൻ്റെ വകയുള്ള ബ്ലാക്ക് മെയിലിംഗ്. ഈ രണ്ടും കൊണ്ടാണ് ഇപ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നത്. ഭാവിയിൽ ഇനി മുമ്പോട്ട് എന്ത് പോവോ. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛൻ്റെയൊക്കെ ചേട്ടനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഒരു 10 ഗ്രേഡ് കൂടുതൽ ടെറർ ടീംസ് ആയിരുന്നു. പക്ഷേ ഇപ്പം അവർ കൊച്ചുമക്കളുടെ കൂടെ കൂടി ഓടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചുരാമ, ആ ഒരു ഫീൽ വരെ ആയിട്ടുണ്ട്. മക്കളുമാരെ ടെററായിട്ട് നിൽക്കുന്നിട്ട് കൊച്ചുമക്കളുടെ അടുത്ത് നടക്കൂല. ആ ടെറർ എടുക്കാൻ അവർ സമ്മതിക്കൂല. അവരുടെ അടുത്ത് വന്നപ്പോഴത്തേനങ്ങ് പത്തി താന്നു.
അതാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പൊ നടക്കുന്നത്. ഒട്ടുമിക്ക എനിക്കൊന്ന് എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ?